സ്വാഗതം. ഇംഗ്ലീഷിൽ സന്ദർഭത്തിനനുസരിച്ച് വാക്കുകളുടെ അർത്ഥവും മാറുന്നു. നമുക്ക് എല്ലാം അറിയാം ബാങ്ക് എന്താണെന്ന്. ഒരു ധനകാര്യ സ്ഥാപനമാണ്. എന്നാൽ നദീതീരത്തിനും ബാങ്ക് ഓഫ് ദ റിവർ എന്നല്ലേ പറയുന്നത്. സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും എല്ലാം സെയിമാണ്, അർത്ഥം വ്യത്യസ്തമെന്ന് മാത്രം. ഇങ്ങനെ നിരവധി വെഴ്സറ്റൈൽ ആയ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അതിൽ ചില പ്രിപ്പോസിഷനും ഉൾപ്പെടുന്നു. അങ്ങനത്തെ ചില പ്രിപ്പോസിഷനുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കിനെ പറ്റി വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് പ്രിപ്പോസിഷൻ? ഒരു വാചകത്തിലെ നാമവും മറ്റുള്ള വാക്കുകളുമായുള്ള ബന്ധം കാണിക്കുന്ന ചെറിയ വാക്കുകളാണ് പ്രിപ്പോസിഷൻ. എ പ്രിപ്പോസിഷൻ ഈസ് എ സ്മോൾ വേർഡ് ഷോയിങ് ദ റിലേഷൻ വിത്ത് നൗൺ ആൻഡ് അതർ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. ഇതിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു: പ്രിപ്പോസിഷൻ ഓഫ് ടൈം, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്, പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ. ഇത്രയും മനസ്സിലായില്ലേ അല്ലേ? ഇനി ഉദാഹരണമായി 3 പ്രിപ്പോസിഷൻ എടുക്കാം. ഇൻ, ഓൺ, അറ്റ്. ഇത് സമയത്തെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷനാണ്. ആദ്യം എങ്ങനെയൊക്കെയാണ് സമയത്തെ സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇൻ കൂടിയ കാലയളവിനെ, ലോങ്ങർ പീരിയഡ്സ്. എക്സാമ്പിൾ: മന്ത്, ഹിസ് ബർത്ത്ഡേ ഈസ് ഇൻ ഏപ്രിൽ. ഇയർ, ഹി വാസ് ബോൺ ഇൻ 1986. സെഞ്ചുറി, വേൾഡ് വാർ ഹാപ്പൻഡ് ഇൻ ദ 20th century. ഭാവി സമയത്തെ സൂചിപ്പിക്കുവാനും ഇൻ ഉപയോഗിക്കുന്നു. ഫ്യൂച്ചർ ടൈം, ജോൺ വിൽ ബി റെഡി ഇൻ 10 minutes. ഇതിനു പുറമെ ലൊക്കേഷൻ, കണ്ടീഷൻ, മാനർ അല്ലെങ്കിൽ മെത്തേഡ് കാണിക്കുവാനും ഇൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: ലൊക്കേഷൻ, ദ സ്കൂട്ടർ കീ ഈസ് ഇൻ ദ ഡ്രോയർ. കണ്ടീഷൻ ഒബ്ലിക് സ്റ്റേറ്റ്, ഹി ഈസ് ഇൻ ട്രബിൾ. മാനർ ഒബ്ലിക് മെത്തേഡ്, ഹി റോട്ട് ദ ലെറ്റർ ഇൻ ഹിന്ദി. ചെറിയ വാക്കാണെങ്കിലും നമുക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. ഇനി ഓണും അറ്റും നോക്കാം. ഓൺ സൂചിപ്പിക്കുന്നത് സ്പെസിഫിക് ആയുള്ള ദിവസത്തെയും തീയതികളെയും ആണ്. ഓൺ ഇൻഡിക്കേറ്റ് സ്പെസിഫിക് ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. എക്സാമ്പിൾ: സ്പെസിഫിക് ഡേ, വി ഹാവ് എ മീറ്റിംഗ് ഓൺ ഫ്രൈഡേ. Specific date, she was born on 7th April. Special day, we met on Independence Day. ഇതിനു പുറമെ സർഫസ്, ഡിപ്പെൻഡൻസി ഓർ സപ്പോർട്ട്, ടോപ്പിക് എന്നിവയെ കാണിക്കാനും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: സർഫസ്, ദ കീ ഈസ് ഓൺ ദ ടേബിൾ. ഡിപ്പെൻഡൻസി ഓർ സപ്പോർട്ട്, ഹി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് പേരൻസ്. ടോപ്പിക് ഒബ്ലിക് സബ്ജക്റ്റ്, he gave a speech on global climate change. അറ്റ് സൂചിപ്പിക്കുന്നത് നിർദ്ദിഷ്ട സമയത്തെയാണ്. സ്പെസിഫിക് പോയിൻറ്റ്സ് ഇൻ ടൈം. സ്പെസിഫിക് ടൈം, the train arrives at 5 p.m. Specific moments, she left at noon. Festival period, we exchange sweets at Diwali. ഇതിനു പുറമെ ലൊക്കേഷൻ, ഡയറക്ഷൻ, കണ്ടീഷൻ, സ്പീഡ് ഒബ്ലിക് റേറ്റ്, ആക്ടിവിറ്റി എന്നിവയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ലൊക്കേഷൻ, വി മെറ്റ് അറ്റ് ദ ഹോട്ടൽ. ഡയറക്ഷൻ, ലില്ലി സ്മൈൽഡ് അറ്റ് മീ. സ്പീഡ് ഒബ്ലിക് റേറ്റ്, ഹി വാസ് ഡ്രൈവിംഗ് അറ്റ് 60 km/h. കണ്ടീഷൻ, ദ കൺട്രി ഈസ് അറ്റ് വാർ. ആക്ടിവിറ്റി, ഹി ഈസ് ഗുഡ് അറ്റ് ഡ്രൈവിംഗ്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ അടിസ്ഥാനമായ ബേസ് ആയ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു ഭാഗമാണ് പ്രിപ്പോസിഷൻ. ഇങ്ങനത്തെ വെഴ്സറ്റൈൽ അല്ലെങ്കിൽ ബഹുമുഖമായ പ്രിപ്പോസിഷൻസ് നമുക്ക് ധാരാളം ഉപയോഗം നൽകുന്നു. വെഴ്സറ്റൈലായ നിരവധി വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. വീഡിയോ ചുരുക്കിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.